നമ്മൾ ഡെറിവേഷനാണ് നോക്കുന്നുണ്ടായത്. ഡെറിവേഷനിൽ എന്താ നമ്മളിവിടെ കണ്ടു, ഇവിടെ നോട്ടീസ് ചെയ്താൽ കാണാൻ പറ്റും. എന്താ ജി ജെ എന്ന് പറയുന്ന വാല്യൂ എന്താ T1 മൈനസ് T0 ആണ്. ജി എം എന്ന് പറയുന്ന വാല്യൂ T2 മൈനസ് T0 ആണ്. ഓക്കെ, ജി എം എന്ന് പറയുന്നത് T1 മൈനസ് T0, ജി ജെ എന്ന് പറയുന്ന വാല്യൂ T1 മൈനസ് T0, ജി എം എന്ന് പറയുന്ന വാല്യൂ എന്താണ് T2 മൈനസ് T0. ഓക്കെ, അതുപോലെ തന്നെ എന്താ ഇവിടെയും ഉണ്ട് അല്ലേ, ജി എച്ച് എന്ന് പറയുന്നത് P1 മൈനസ് P0 P0 മൈനസ് P1ഉം ജി എച്ച് എന്ന് പറയുന്നത് ജി ഐ എന്ന് പറയുന്നത് P0 മൈനസ് P2. ഓക്കെ, സിമിലർ വേയിൽ എഴുതിയതാണ്. ഓക്കെ, ഇതെന്താ ഡിഫറൻസ് ആണ്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, T1 ബൈ ഡെൽറ്റ T2 എന്ന് എഴുതാം. അതെന്താ ഡെൽറ്റ P1 ബൈ ഡെൽറ്റ P2 ആണ് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മുകളിലും താഴെയും ഡിവൈഡ് ചെയ്യുന്നു. നമ്മൾ മുകളിലും താഴെയും ഡിവൈഡ് ചെയ്താൽ എന്താ ചെയ്യുക, വാല്യൂ ചേഞ്ച് ആവില്ല അല്ലേ. ഡിവൈഡിങ് ഹോൾ ബൈ എന്താണ് പി ആണ്. അപ്പം ഡെൽറ്റ P1 ബൈ P0 എന്ന് വരും. അപ്പോൾ നമുക്ക് നോട്ടീസ് ചെയ്താൽ കാണും എന്താ ഈ വാല്യൂ ഇങ്ങനെയാവും, T1 ബൈ T2 ഈക്വൽ ടു P1 ബൈ P0, അതുപോലെ ഡെൽറ്റ P2 ബൈ P0 ആവും. നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ P ബൈ P0 എന്ന് എഴുതാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ ചേഞ്ചിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് പറയുന്നത്. എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ P ബൈ P0 ഒക്കെ എന്താണ് ഈക്വൽ ആണ്. നമുക്ക് ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ വെച്ചിട്ട് അറിയാം, ഇതാ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റിലേറ്റീവ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ. അപ്പോൾ റിലേറ്റീവ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ എന്തിന് ഈക്വൽ ആണ്, ഡെൽറ്റ ടി ബിക്ക് ഈക്വൽ ആണ്. ഈ റിലേറ്റീവ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ എന്തിന് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, x2ക്ക് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. x2 എന്താണ്, അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് അല്ലേ. ഡെൽറ്റ P ബൈ P0 എന്ന് പറയുന്നത് ഇതിന് ഈക്വൽ ആണ്. ഇതെങ്ങനെ എഴുതാം നമുക്ക്, N2 ബൈ N1 പ്ലസ് N2 ആണ്. N2 എന്ന് പറയുന്നത് വളരെ ചെറിയ ക്വാണ്ടിറ്റി ആണ്, നമ്മൾ N2 ബൈ N1 എഴുതുന്നു. ആ N2 ബൈ N1 നമുക്ക് എങ്ങനെ എഴുതാം, W2 ബൈ M1 W2 ഇൻറ്റു M1 ബൈ M2 ഇൻറ്റു W1 എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇങ്ങനെ കിട്ടി അല്ലേ, ഇങ്ങനെ നമുക്ക് കിട്ടി. ഓക്കെ, അടുത്ത എന്താ ഡെൽറ്റ ടി ബി. നമുക്ക് എന്ത് കിട്ടി, നമ്മൾ ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ P ബൈ P0 ആണ്. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു x2 ആയിരുന്നു. x2നെ ഇലാബറേറ്റ് എഴുതിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, അതെന്തിന് ഈക്വലാന്ന് നമ്മൾ കണ്ടു. നമ്മൾ മോൾ ഫ്രാക്ഷൻ ഇലാബറേറ്റ് ചെയ്ത് ഡെഫിനിഷനിലോട്ടേക്ക് ആയി അല്ലേ. ഇനി നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈന് കളഞ്ഞിട്ട് ഇക്വാലിറ്റി ആക്കും, അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരും. ഈ കോൺസ്റ്റൻ്റാണ് നമ്മൾ എന്ത് പറയുന്നത്, എബിലോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ കാണാം, ദ കോൺസ്റ്റൻറ്റ് K ഈസ് കോൾഡ് ദി എലിവേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ എബിലോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഈ ഓക്കെ ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു നമ്മളിവിടെ എന്ത് ചെയ്തു, നമുക്ക് എന്താ തന്നിട്ടുള്ളത്, W2 ഇൻറ്റു M1 ബൈ M2 ഇൻറ്റു W1 ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, W2 1 മോൾ ഓഫ് എ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ 100 ഗ്രാം ഓഫ് എ സോൾവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എമ്മിൻ്റെ വാല്യൂ എന്താവും 1 ആവും. പിന്നെ ഒരു വാല്യൂ കൂടെ വരും, എന്താ 100 ഗ്രാം ഓഫ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തത് അല്ലേ. അപ്പോൾ 1000ഉം കൂടെ വന്ന് ഈ വാല്യൂ എന്താവും, ഈ വാല്യൂ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം W2 ബൈ M2 ഇൻറ്റു W1 മോൾ എന്താ 1000. ഈ വാല്യൂ എന്താണ്, ഈ വാല്യൂ ആണ് മൊലാലിറ്റീൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു KB ഇൻറ്റു M എന്ന് എഴുതാം. ഓക്കെ, മൊലാലിറ്റീന്ന് എഴുതാം. ഇത്ര പഠിച്ചാൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പ് വെറുതെ കാൽക്കുലേഷനൊക്കെ ഹെൽപ്പ് ആവും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് തെർമോഡൈനാമിക് ഡെറിവേഷൻ നോക്കാം. നമുക്ക് ക്ലോഷ്യസ്-ക്ലാപെറോൺ ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ചേഞ്ച് ഇൻ പ്രഷർ ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് എന്ത്, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. ഡെൽറ്റ വേപ്പർ പ്രഷർ ബൈ RT സ്ക്വയർ ആണെന്ന് അറിയാം. ഓക്കെ, ഇത്
ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. മുൻ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ഇത് കഴിഞ്ഞ് പഠിക്കാനുണ്ട്. അതാണ് കോഷ്യസ് സ്കാപ്പുലർ ഇക്വേഷൻ. പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ഇക്വേഷനാണ്. എന്ത് വെച്ചിട്ടാണ് പറയുന്നത്? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ബൈ RT² എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ല, ഡെൽറ്റ എച്ച് ഓഫ് വേപ്പറൈസേഷൻ ബൈ ഓക്കെ ഓക്കെ ഇവിടെ ഡെൽറ്റ എച്ച് എന്താണ്? ഡെൽറ്റ എച്ച് വേപ്പർ എന്ന് പറഞ്ഞാൽ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് 1 mole ഓഫ് എ സോൾവെൻറ്റ്. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് 1 mole ഓഫ് എ സോൾവെൻ്റ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ T ആണ്, P അവിടുത്തെ പ്രഷറാണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താവും? LNP ബൈ P0 ഈക്വൽ ടു ഡെൽറ്റ എച്ച് വേപ്പർ ബൈ R ഇൻറ്റു 1/RT0 മൈനസ് T കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ കിട്ടും. LNP ബൈ P0 ഇൻറ്റു ഡെൽറ്റ വേപ്പർ പ്രഷർ ബൈ R ഇൻറ്റു 1 എന്ത് കിട്ടും? T0 മൈനസ് T കിട്ടും. ഇതിനെ നമ്മൾ, ഈ ടേമിനെ നമ്മൾ 1/T0 മൈനസ് 1/Tനെ നമുക്ക് എന്താ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? T0 T മൈനസ് T ആണ്. T മൈനസ് T0 ബൈ T0 ഇൻറ്റു T കിട്ടും. ഓക്കെ ഓക്കെ ഈ T0 നമുക്ക് എന്തായിട്ട് എഴുതാം? ഈ ഡിഫറൻസ് ആണ് എന്ത്? ഈ ഡിഫറൻസ് ആണ് ഡെൽറ്റ TB. അപ്പോൾ ഈ വാല്യൂ എന്തായി? ഇതായി. ഇനി നമ്മൾ എന്ത് പറയുന്നു? T0ഉം Tയും ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. എന്താ? ഡൈല്യൂട്ട് സൊല്യൂഷൻ. അപ്പോൾ ആ വാല്യൂ എന്താവും? T² ആവും. ഓക്കെ, അങ്ങനെയാണ് ഈ ഡെറിവേഷനിൽ ബാക്കിയുള്ള ഭാഗം ഞാൻ കാണിച്ചു തരാം. LNP ബൈ P0 ഈക്വൽ ടു ഡെൽറ്റ വേപ്പർ പ്രഷർ R ഇൻറ്റു 1/T0 മൈനസ് T ആണെന്ന് കണ്ടു. നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമുക്ക് TB കിട്ടി. പിന്നെ നമ്മൾ എന്ത് പറയുന്നു? വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷൻ ഇതെന്താണ്? T ഇൻറ്റു T0 ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അപ്പോൾ എന്താ? ഇങ്ങനെയാണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ LNPനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? LNP0 ബൈ Pനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. LNP0 ബൈ P എന്താണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടത്? അപ്പോൾ LNP0 ബൈ P എന്താ? P0 മൈനസ് P ബൈ P0 എന്താണ്? X2 ആണ്. അക്കോർഡിംഗ് ടു എന്ത്? ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? LNP0 ബൈ Pനെ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെ ഡിവൈഡ് ചെയ്യുക? P0 ബൈ P0 മൈനസ് P ബൈ P0 എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് P0 ബൈ P കിട്ടും. 1 മൈനസ് P ബൈ P0 കിട്ടും അല്ലേ? ഇതിനെ നമ്മൾ എന്തിന് ഈക്വൽ ആണെന്ന് കാണുന്നു? X2ക്ക് ഈക്വൽ ആണ് നമ്മൾ കാണുന്നു അല്ലേ? X2ക്ക് ഈക്വൽ ആണെന്ന് കാണുന്നു. ഇനി എന്താ? 1 ബൈ നമുക്ക് എന്താ കിട്ടിയത്? 1 ബൈ P ബൈ P0 ഈക്വൽ ടു X2 ആണെന്ന് കിട്ടി. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഓക്കെ 1 മൈനസ് P ബൈ P0 കിട്ടി. നമ്മൾ X2നെ ഇപ്പുറത്ത് എടുക്കുന്നു, Pനെ അപ്പുറത്തോട്ടേക്ക് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് X2 ഈക്വൽ ടു LNP ബൈ P0 കിട്ടും അല്ലെങ്കിൽ P ബൈ P0 കിട്ടും. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ലോൺ എടുക്കുക. നാച്ചുറൽ ലോഗരിതമാണ് LN. അപ്പോൾ LN റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? അത് LNൻ്റെ ടേംസിലാവും. ഏത് ടേം ആവും? ഈ ടേം ആവും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടുന്ന ടേം എന്താണ്? നമുക്ക് മുകളിൽ നോക്കിയാൽ അറിയാം. നമുക്ക് P ബൈ P0 അല്ല വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്? P0 ബൈ P ആണ് വേണ്ടത്. ഓക്കെ, അപ്പം P0 ബൈ P ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ LNP ബൈ P0നെ നമ്മൾ ഇൻവേഴ്സ് എടുക്കുന്നു. ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് സൈൻ വരും. നെഗറ്റീവ് LNP0 ബൈ P ആവും. അതിനെ നമ്മൾ നെഗറ്റീവ് വെച്ച് ഇൻറ്റു ചെയ്ത് ഇതെന്താവും? നെഗറ്റീവ് വെച്ച് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം LNP0 ബൈ P തന്നെ ഇരിക്കും. പിന്നെ മൈനസ് LN1 മൈനസ് X2 ആവും. ഓക്കെ, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ അല്ല, സോറി, ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഈ LN ഈൻ്റെ ഡെറിവേഷനാണ് ഈ വലിയ സീരീസ്. ഈ വലിയ സീരീസ് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? X2 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? LNP0 ബൈ P ഈസ് ഈക്വൽ ടു X2 എന്നാണ് നമുക്ക് പറയാം. ഓക്കെ ഓക്കെ LNP0 ബൈ P എന്ന് പറയുന്നത് X2 ആണ്. നമ്മൾ മുകളിൽ എന്ത് കിട്ടി?
നമുക്കെന്താ മുകളിൽ കിട്ടിയത് ln P0/P എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ബൈ ആർ ഇൻറ്റു TB/T² ആണെന്ന് കണ്ടു. ഇതിനെ നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യാം? x2 വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ അതാണ് നമുക്ക് കിട്ടിയത്. സൈറ്റ് 2 അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം? നമുക്ക് TBൻ്റെ ടേംസിലാണ് ഇക്വേഷൻ ആക്കണമെങ്കിൽ ഡിനോമിനേറ്ററിലുള്ള ടേംസ് ന്യൂമറേറ്ററിൽ വരും. ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെയാകും? RT² ഇൻറ്റു ഓൾറെഡി x2 ഉണ്ടായിരുന്നു ബൈ എന്താവും? ഡെൽറ്റ വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു TB എന്നാവും. ഓക്കെ, അവിടെ x2 എന്ന് പറയുന്നത് എന്താ, അല്ലെങ്കിൽ കൈ2 എന്ന് പറയുന്നത് എന്താണ്? മോൾ ഫ്രാക്ഷൻ ആണ്. ഓക്കെ, മോൾ ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? W2/M2 ഇൻറ്റു M1/W1 അല്ലേ? ഓക്കെ, ഇതുവരെയാണ് നമ്മൾ നോക്കിയത്. ബാക്കി നമുക്ക് എന്താ നോക്കാനുള്ളത്? ഓക്കെ, ഈ ഡെറിവേഷൻ കംപ്ലീറ്റ് ആയില്ല. പിന്നെന്താ, നമുക്ക് എന്താ പറയാം, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? പിന്നെ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മളിവിടെ നിന്ന് എടുക്കുന്ന ഡെൽറ്റ എച്ച് വേപ്പർ പ്രഷർ ബൈ M1 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എന്തെടുക്കുക? LV എന്ന് എടുക്കുക. അത് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ പെർ ഗ്രാമായി. ഓക്കെ, ഗ്രാം ഓഫ് ദ സോൾവെൻറ്റ്, അതാണ് നമ്മൾ LV വെച്ചിട്ട് റീപ്ലേസ് ചെയ്താണ് ഇക്വേഷൻ ഇങ്ങനെയായിട്ട് സിംപ്ലിഫൈ ആവും. ഓക്കെ, ഡെൽറ്റ എച്ച് ബൈ M ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷൻ കിട്ടും. LVനായിട്ട് റീപ്ലേസ് ചെയ്തപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷനിൽ നമ്മളിത് എന്താ 1000 വെച്ച് മൾട്ടിപ്ലൈയും ചെയ്യുന്നു, ഡിവൈഡും ചെയ്യുന്നു. അപ്പം എന്താ, ഈ ഒരു ടേമും കിട്ടും, ഈ ഒരു ടേമും കിട്ടും. നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ടേം എന്താണ്? ഈ ടേം എന്താണ്? ഇത് മൊലാലിറ്റീൻ്റെ ടേമാണ്. ഇതെന്താണ്? ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഇതിനകത്തെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചറും R എന്ന് പറയുന്ന വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, LV കോൺസ്റ്റൻ്റ് ആണ്, 1000 കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതെന്താ, നമുക്ക് K വെച്ച് റീപ്ലേസ് ചെയ്യാം. പിന്നെന്താ, ആ വാല്യൂ ആണെന്ത്? KB എന്ന് നമ്മൾ പറയുന്നത് എബിലോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്. ആ വാല്യൂ എന്താ വരുന്നത്? 1000 ഇൻറ്റു W2 ആ വാല്യൂ എന്താ വരുന്നത്? RT² LV ഇൻറ്റു 1000 അല്ലേ? നമ്മൾ നേരത്തെ എന്താ പഠിച്ചത്? നേരത്തെ ഡെറിവേഷൻ നമ്മൾ കണ്ടത് നമ്മൾ ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊലാലിറ്റിയാണ് നമ്മൾ കണ്ടു. മൊലാലിറ്റി ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ K ഇൻറ്റു M കിട്ടി. അതുതന്നെ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? അതുതന്നെ ഇവിടെ തെർമോഡൈനാമിക് ഡെറിവേഷനിൽ വന്നു അല്ലേ? R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. T0 എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സോൾവെൻറ്റ് ഇൻ കെൽവിൻ ആണ്. LV എന്ന് പറയുന്നത് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ എന്ത് ബോയിലിംഗ് പോയിൻ്റ് ഡെറിവേഷന്. അടുത്ത നമുക്ക് എന്താണ്? മോളാർ മാസും കൂടെ നോക്കാനുണ്ട്. ഓക്കെ.